ഇറാൻ നയതന്ത്ര രംഗത്തെയും ആഗോള രാഷ്ട്രീയത്തെയും ഒരേ സമയം നിശബ്ദമാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ടെഹ്റാനിൽ നിന്ന് പുറത്തുവരുന്നത്. ഇറാന്റെ ഔദ്യോഗിക ഭരണ സംവിധാനങ്ങൾ പൂർണ്ണമായും തകരുകയും ആഭ്യന്തരമായി വൻ പൊട്ടിത്തെറി ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത വിധം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തന്റെ പദവി ഔദ്യോഗികമായി രാജിവെച്ചിരിക്കുകയാണ്. പരമോന്നത നേതാവായ ആയത്തുള്ള മുജ്തബ ഖമേനിക്കാണ് പെഷസ്കിയാൻ തന്റെ രാജി സമർപ്പിച്ചത്. കേവലം ഒരു രാജി എന്നതിനപ്പുറം രാജ്യത്തിന്റെ ഭരണം പൂർണ്ണമായും സൈന്യം പിടിച്ചെടുത്തുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലോടെയാണ് അദ്ദേഹം പദവി ഒഴിഞ്ഞിരിക്കുന്നത്. രാജ്യത്ത് അതീവ രഹസ്യമായി നടന്ന ഒരു സൈനിക അട്ടിമറിയിലൂടെ ജനകീയ സർക്കാരിന്റെ എല്ലാ അധികാരങ്ങളും നിഷ്പ്രഭമാക്കപ്പെട്ടുവെന്ന് പെസഷ്കിയാൻ തുറന്നടിക്കുന്നു. ഇതോടെ ഇറാനിൽ ജനാധിപത്യപരമായി നിലനിന്നിരുന്ന സിവിൽ ഭരണകൂടം പൂർണ്ണമായും അപ്രസക്തമായി കഴിഞ്ഞു. ഇറാന്റെ സമാന്തര സൈനിക ശക്തിയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രാജ്യത്തിന്റെ ഭരണം പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനാ പ്രതിസന്ധിക്കാണ് നിലവിൽ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പരമോന്നത നേതാവിന് അയച്ച സ്ഫോടനാത്മകമായ കത്തിലാണ് പെസഷ്കിയാൻ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നയതന്ത്ര തീരുമാനങ്ങളിലും തന്ത്രപരമായ നീക്കങ്ങളിലും തനിക്ക് യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ലെന്ന് അദ്ദേഹം കത്തിൽ തുറന്നു സമ്മതിക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ ഫയലുകളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും തന്നെ പൂർണ്ണമായും മാറ്റി നിർത്തുകയായിരുന്നു. സിവിൽ സർക്കാരിന്റെ തലവനായ താൻ കേവലം ഒരു കാഴ്ചക്കാരൻ മാത്രമായി മാറിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത്. സമീപകാലത്തായി മേഖലയിൽ വലിയ തോതിലുള്ള യുദ്ധഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പല മിസൈൽ ആക്രമണങ്ങളും സിവിൽ ഭരണകൂടത്തിന്റെ അറിവോടെ അല്ല എന്ന് പെസഷ്കിയാൻ വ്യക്തമാക്കുന്നു. IRGC തന്നിഷ്ടപ്രകാരം നടത്തിയ ആ മാരക ആക്രമണങ്ങളെ ഭ്രാന്തെന്നാണ് അദ്ദേഹം കത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെയും ജനങ്ങളെയും വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളോട് തനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തന്റെ രാജിവെക്കലിലൂടെ IRGCയുടെയും സൈനിക കമാൻഡർമാരുടെയും അനിയന്ത്രിതമായ അധികാര പ്രയോഗങ്ങൾക്കെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിരോധമാണ് പെസഷ്കിയാൻ ഉയർത്തിയിരിക്കുന്നത്. ഇറാൻ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റും കാണിക്കാത്ത ധീരതയോടെ സൈനിക നേതൃത്വത്തിന്റെ നയങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. ഈ തുറന്നു പറച്ചിൽ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന സിവിൽ സൈനിക പോരാട്ടത്തെയാണ് ആഗോള സമൂഹത്തിനു മുന്നിൽ പരസ്യമാക്കിയിരിക്കുന്നത്. മസൂദ് പെഷസ്കിയാൻ അധികാരമേറ്റതു മുതൽ തന്നെ IRGCയുമായി കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തി ഉപരോധങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനും ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാനും ആഗ്രഹിച്ച മിതവാദിയായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. എന്നാൽ ഇറാന്റെ വിദേശ നയങ്ങളെയും ആഭ്യന്തര കാര്യങ്ങളെയും എപ്പോഴും കടുത്ത തീവ്ര നിലപാടുകളിലൂടെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന IRGCക്ക് പെസഷ്കിയാന്റെ ഈ സമാധാന നയങ്ങൾ ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. ഭരണകൂടത്തിന്റെ ഈ ആഭ്യന്തര തകർച്ച ഇറാനിലെ ജനങ്ങൾക്കിടയിലും വലിയ തോതിലുള്ള ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. തങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത സർക്കാരിന് രാജ്യത്ത് യാതൊരു വിലയുമില്ലെന്ന് തിരിച്ചറിഞ്ഞത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള നിരാശയാണ് പടർത്തുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും നേരിടുന്ന ജനങ്ങൾക്ക് മേൽ പൂർണ്ണമായ സൈനിക ഭരണം കൂടി അടിച്ചേൽപ്പിക്കപ്പെടുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. അന്താരാഷ്ട്ര തലത്തിലും ഈ വാർത്ത വൻ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മിസൈൽ സാങ്കേതിക വിദ്യയിലും അത്യാധുനിക ആയുധ ശേഖരത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന IRGC ഇറാന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പശ്ചിമേഷ്യയെ കൂടുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്നു. നയതന്ത്ര ചർച്ചകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത സൈനിക ജനറൽമാരുടെ കൈകളിൽ രാജ്യം അകപ്പെടുന്നത് ആഗോള സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. വരും ദിവസങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള മുജ്തബ ഖമേനി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. സാധാരണയായി IRGCക്ക് കടുത്ത പിന്തുണ നൽകുന്ന വ്യക്തിയാണ് ഖമേനിയെങ്കിലും ഒരു പ്രസിഡന്റ് ഇത്തരത്തിൽ പരസ്യമായി രാജിവെച്ചു പോയത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്കും വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് പുതിയൊരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ അതോ താൽക്കാലികമായി സൈനിക കൗൺസിലിന് ഭരണം കൈമാറുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.
ടെഹ്റാനിലെ ഭരണസിരാ കേന്ദ്രങ്ങളിലെല്ലാം നിലവിൽ കനത്ത സുരക്ഷാ ജാഗ്രതയാണ് IRGC ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെസഷ്കിയാന്റെ രാജിക്ക് പിന്നാലെ രാജ്യത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രധാന വീഥികളിലും ചത്വരങ്ങളിലും കമാൻഡോകളെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾക്കുമേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സൈന്യം നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പെസഷ്കിയാനൊപ്പം ഭരണത്തിലുണ്ടായിരുന്ന മറ്റ് മിതവാദി നേതാക്കളും മന്ത്രിമാരും വലിയ തോതിലുള്ള നിരീക്ഷണത്തിലാണ്. അവരും കൂട്ടത്തോടെ രാജിവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ സൈന്യം തടവിലാക്കിയതായും അഭ്യൂഹങ്ങളുണ്ട്. സിവിൽ ഭരണകൂടത്തിന്റെ വേരുകൾ പൂർണ്ണമായും അറുത്തുമാറ്റി ഇറാന്റെ അധികാരം തങ്ങളുടെ കീഴിൽ ഉറപ്പിക്കാനാണ് IRGC കമാൻഡർമാരുടെ ശ്രമം. ഈ അഭൂതപൂർവമായ ഭരണഘടനാ പ്രതിസന്ധി ഇറാന്റെ സാമ്പത്തിക മേഖലയെയും കനത്ത തകർച്ചയിലേക്ക് നയിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ ഇറാന്റെ എണ്ണ വ്യാപാരത്തെയും മറ്റ് സാമ്പത്തിക ഇടപാടുകളെയും ഈ സൈനിക അട്ടിമറി സാരമായി ബാധിക്കും. വിദേശ നിക്ഷേപകർ രാജ്യത്ത് നിന്ന് പിന്മാറാനും ആഗോളതലത്തിൽ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടാനും ഈ സംഭവം കാരണമാകും. ഇറാന്റെ ജനാധിപത്യത്തിന്റെ നേരിയ മുഖംമൂടി കൂടിയാണ് ഈ സംഭവത്തോടെ പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുന്നത്. തോക്കിൻ മുനയിൽ രാജ്യം ഭരിക്കുന്ന ഒരു സൈനിക രാജ്യമായി ഇറാൻ മാറിക്കഴിഞ്ഞു എന്ന പെസഷ്കിയാന്റെ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ വലിയ അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് വഴി തുറക്കും. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന ഈ വലിയ ഭരണകൂട തകർച്ചയുടെ ആഴം എത്രത്തോളം ആയിരിക്കുമെന്ന് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ തെളിയിക്കും.